സ്നേഹത്തോടെ തൻ്റെ വയലിലേക്ക് വിളിക്കുന്ന ജ്യേഷ്ഠ സഹോദരൻ, അതിനെ അനുസരിച്ച് പിൻചെല്ലുന്ന അനുജൻ, കാണുന്നവർക്ക് കൗതുകവും സന്തോഷവും നൽകുന്ന കാഴ്ച. എന്നാൽ അതിൻ്റെ അവസാനം സ്വന്തം സഹോദരനാൽ അതിദാരുണമായി കൊല്ലപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്കിൽ നിന്നാണ് ചിന്തിച്ചത്. കയീൻ തൻ്റെ സ്വന്തം സഹോദരനെ കൊന്നത് സ്വത്ത് തർക്കത്തിലല്ല, ഹാബിലിനെയും അവൻ്റെ വഴിപാടിനെയും ദൈവം അംഗീകരിച്ചതിനാൽ. തന്നെയും തൻ്റെ വഴിപാടിനെയും അംഗീകരിക്കാത്ത ദൈവപ്രവൃത്തിയിൽ താൻ നീരസപ്പെട്ട് മുഖം മാറി. നന്മയില്ലാത്തതിനാലാണ് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് മനസ്സിലാക്കി ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്ത് ദൈവിക നന്മകൾ പ്രാപിക്കാതെ ദൈവിക അംഗീകാരം പ്രാപിച്ചവനെ നശിപ്പിക്കുവാൻ പദ്ധതിയുണ്ട്. പ്രിയമുള്ളവരെ, ദൈവമക്കൾക്ക് എതിരാകുന്നവർ അന്യരല്ല, എപ്പോഴും കൂടെയുള്ളവർ, കൂടെ ആരാധിച്ചവർ, കൂടെ പിറന്നവർ, ഒരു കാലത്ത് ചങ്കും കരളുമായി നടന്നവർ, ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തവർ നമ്മൾക്ക് എതിരായി മാറും. ഇവിടെ കയീൻ ഹാബേലിനെ തകർക്കുന്നത് തൻ്റെ വയലിൽ കൊണ്ടുപോയിട്ടാണ്. പിശാച് ആദ്യം നമ്മെ തന്ത്രത്തോടെ അവൻ്റെ കസ്റ്റഡിയിലാക്കുവാൻ നോക്കും. സ്നേഹം നടിച്ചും കൂടെ നിന്നുമൊക്കെ അവൻ്റെ കസ്റ്റഡിയിലായെന്ന് ഉറപ്പാക്കുമ്പോൾ അവൻ്റെ സ്വയരൂപം പുറത്തെടുക്കും. 8-ാം വാക്യത്തിൽ അവർ വയലിൽ ചെന്നതിന് ശേഷം അവൻ ഹാബേലിനോട് കയർത്തു അവനെ കൊന്നു. ആത്മീയമായി മുന്നേറുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഹാബേലിൻ്റെ ജീവിതം. തങ്ങളുടെ ആത്മീയ ജീവിതം നശിപ്പിക്കുവാൻ അതിൽ അസൂയ കൊണ്ട് തന്ത്രങ്ങൾ മെനഞ്ഞ് കായീനെ പോലെ നമ്മെ അവരുടെ കസ്റ്റഡിയിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാം ആത്മാവിൽ അത് തിരിച്ചറിയുക. അവരുടെ ചക്കരവാക്കുകളിലും വ്യാജ സ്നേഹപ്രകടനങ്ങളിലും അകപ്പെടാതെ അകലം പാലിക്കുക. അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക. നമ്മുടെ കർത്താവ് വരാറായി. ആമേൻ.